Hello, dear students. Very good morning to one and all. Today we are going to discuss about the first and second theorems of welfare economics. Let me first discuss about the first theorem of welfare economics. The first theorem of welfare economics is about the Walrasian equilibrium. That Walrasian equilibrium in the sense that the equilibrium which is brought about by the equality between market demand and market supply, and or in other words, the sum of the excess demand of all market is equal to zero. That is other way in which you can say that the Walrasian equilibrium or Walrasian equilibrium is efficient. That is what the first theorem of welfare economics is about. So this Walrasian equilibrium is efficient is in the sense that it is not possible to devise some alternative allocation of resources in which at least some people are better off and no one is worse off. Or Walrasian equilibrium is efficient. It means that it is Pareto optimal. So understanding the definition is easier if we consider what will be an inefficient allocation would be. Like the total quantities of good included in the initial endowment would be allocated inefficiently if it were possible by shifting goods around among individuals to make at least one person better off and no one worse off. So Pareto efficient allocation means that allocation of the available goods in the exchange economy is efficient if it is not possible to devise an alternative allocation in which at least one person is better off and no one is worse off. So that kind of allocation is what we understood as Pareto efficient allocation. But dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽഫെയർ ഇക്കണോമിക്സിൽ രണ്ട് തിയറംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ ഇക്കണോമിക്സ്, അതുപോലെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വെൽഫെയർ ഇക്കണോമിക്സിലെ തിയറം ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഇൻ വെൽഫെയർ എക്കണോമിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഫസ്റ്റ് വെൽഫെയർ തിയറം പറയുന്നത് വാൽറാസിയൻ ഇക്വിലിബ്രിയം എഫിഷ്യന്റ് ആണെന്നുള്ള ഒരു കാര്യത്തിനെയാണ് ഫസ്റ്റ് തിയറം ഇൻ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ എഫിഷ്യന്റ് വാൽറാസിയൻ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള അതായത് മാർക്കറ്റ് ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആകുമ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം ഉണ്ടാകുന്ന ആ ഒരു ഇക്വിലിബ്രിയം എഫിഷ്യന്റ് ആണെന്നുള്ള ഒരു കാര്യത്തിനെയാണ് ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഈ വാൽറാസി ഇക്വിലിബ്രിയം എഫിഷ്യന്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് അലോക്കേഷൻ, നമുക്ക് ഒരാളെ ബെറ്റർ ഓഫ് ആക്കുമ്പോൾ ഒരാൾ പോലും വേഴ്സ് ഓഫ് ആക്കാണ്ട് നമുക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് അലോക്കേഷൻ പോസിബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് ഇമ്പോസിബിൾ ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്. വാൽറാസിയൻ ഇക്വിലിബ്രിയം അങ്ങനെയുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം അത് എഫിഷ്യന്റ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫിഷ്യന്റ് എന്നുള്ള ഈ ഒരു കാര്യത്തെ നമുക്ക് എഫിഷ്യന്റ് അലോക്കേഷൻ എന്നുള്ള ആ ഒരു ഡെഫിനിഷന് നമുക്ക് എന്താണ് ഒരു ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോട്ടൽ സാധനങ്ങള് നമുക്ക് അത് ഇൻഎഫിഷ്യന്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു
ഈ ഒരു അലോക്കേഷൻ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, റീഅലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ബെറ്റർ ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാൾ പോലും വേഴ്സ് ഓഫ് ആക്കാണ്ട് ബെറ്റർ ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു അലോക്കേഷൻ ഇനിഷ്യൽ എൻഡോമെന്റിലുള്ള ആ ഒരു സാധനങ്ങളുടെ ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള അലോക്കേഷൻ ഇനെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരാൾ പോലും ബെറ്റർ ഓഫ് വേഴ്സ് ഓഫ് ആക്കാണ്ട് നമുക്ക് ഒരാളെ നമുക്ക് ബെറ്റർ ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ ആണ്. അപ്പോൾ ഒരു പരോട്ടോ എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ വാൽറാസിയൻ ഇക്വിലിബ്രിയം പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് വാൽറാസിയൻ ഫസ്റ്റ് വെൽഫെയർ എക്കണോമിക്സിലെ തിയറം. അപ്പോൾ പരോട്ടോ എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള ഒരു എക്സ്ചേഞ്ച് എക്കോണമിയിലുള്ള നിലവിലുള്ള സാധനങ്ങൾ അലോക്കേഷൻ അത് എഫിഷ്യന്റ് ആകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് വേറൊരാളെ വേഴ്സ് ഓഫ് ആക്കാണ്ട് ഒരു ഇൻഡിവിജ്വലിനെങ്കിലും ബെറ്റർ ഓഫ് ആക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, വേറൊരു അലോക്കേഷനിലൂടെ നമുക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ ആ ഒരു അലോക്കേഷനെ നമുക്ക് പരോട്ടോ എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന് വിളിക്കാൻ പറ്റും. Okay, so first fundamental theorem in welfare economics says that every Walrasian equilibrium is Pareto efficient. നമുക്ക് അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നമുക്കൊരു എക്സ്ചേഞ്ച് ഇക്കോണമിയിൽ നമുക്ക് ഒരാളെ പോലും വേഴ്സ് ഓഫ് ആക്കാണ്ട് ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് ബെറ്റർ ഓഫ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എഫിഷ്യന്റ് അലോക്കേഷൻ ആണ്. അപ്പോൾ ആ ഒരു എഫിഷ്യന്റ് അലോക്കേഷനെ കുറിച്ചിട്ട് പറയുന്നത് അതൊരു ഇക്വിലിബ്രിയാണ്, അതൊരു വാൽറാസിയൻ ഇക്വിലിബ്രിയാണ്. ആ വാൽറാസിയൻ ഇക്വിലിബ്രിയം പരോട്ടോ എഫിഷ്യന്റ് ആണെന്നുള്ളതാണ് ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് പറയുന്നത്. Now let us graphically illustrate the first theorem of welfare economics with this graphical illustration. Like, you can see in this figure, here we have the Edgeworth box diagram, and that we have already introduced this Edgeworth box diagram and its features in some earlier classes. നമ്മൾ ഈ ഒരു ഫസ്റ്റ് വെൽഫെയർ തിയറം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമുക്ക് നമ്മളൊരു എക്സ്ചേഞ്ച് എക്കോണമിയുടെ ഒരു എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എക്കോണമിയിൽ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്, XY എന്ന രണ്ട് ഗുഡ്സിന്റെ, അതുപോലെ തന്നെ 2 ഇൻഡിവിജ്വൽ A B എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇൻഡിവിജ്വൽ ഉണ്ട്. ഇവിടെ ടോട്ടൽ ഈ എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിന്റെ ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് എക്കോണമിയിലുള്ള X⁻Y⁻ എന്ന് പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളുടെ ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിന്റെ ഡയമെൻഷനിലൂടെ ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ ഇൻഡിവിജ്വൽ എക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് OA എന്ന ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് മുകളിലോട്ടാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പർ റൈറ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് താഴോട്ട്. ഓക്കെ, അതായത് OB എന്ന കോർണറിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ബിക്ക് ഇവിടെ ലഭിക്കുന്നത് ഇൻഡിവിജ്വൽ എക്ക് ലഭിച്ചിട്ടുള്ള ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ ബാലൻസ് വരുന്നത് എന്താണോ അതാണ് ഇൻഡിവിജ്വൽ ബിക്ക് ലഭ്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ എയുടെ ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ വരക്കുന്നത് ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് മുകളിലോട്ട്, സാധാരണ നമ്മൾ ഡെപിക്ട് ചെയ്യുന്നത് പോലെ തന്നെ. അതേപോലെ ഇൻഡിവിജ്വൽ ബിയുടെ ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത് അപ്പർ റൈറ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് താഴോട്ടാണ്. ഇവിടെ പോയിന്റ് E എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും എഡ്ജ്വർത്ത് ബോക്സ് ഡയഗ്രത്തിൽ. അതാണ് ഇനീഷ്യൽ എൻഡോവ്മെന്റ്, അതായത് തുടക്കത്തിലുള്ള ഇൻഡിവിജ്വൽ എയും ഇൻഡിവിജ്വൽ ബിയും അവരുടെ ട്രേഡ് എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഓരോ ഇൻഡിവിജ്വലിനും അലോക്കേറ്റ് ചെയ്തിട്ടുള്ള XY എന്ന രണ്ട് കമ്മോഡിറ്റി ഉണ്ട്. ആ ഒരു കാര്യത്തിനെയാണ് ഇവിടെ ഇനീഷ്യൽ എൻഡോവ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ എൻഡോവ്മെന്റ് പോയിന്റ് ആണ് പോയിന്റ് E എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ എ start with the initial endowment at point E is like this X⁻A, and
y commodity of y bar a. അതേപോലെ ഇൻഡിവിജ്വൽ ബി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ എൻഡോമെന്റ് എന്ന് പറയുന്നത് എക്സ് ബാർ ബി ആണ്. ഈ എക്സ് ബാർ ബി കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എക്സ് ബാർ മൈനസ് എക്സ് ബാർ ഓവർ എ ആൻഡ് വൈ ബാർ ബി ആണ് ഇൻഡിവിജ്വൽ ബിക്ക് കിട്ടുന്ന വൈ കമ്മോഡിറ്റിയുടെ ഇനീഷ്യൽ എൻഡോമെന്റിൽ ഉൾപ്പെടുന്നത്. അത് കിട്ടുന്നത് വൈ ബാർ മൈനസ് വൈ ബാർ ഓവർ എ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ എൻഡോമെന്റ് ഇതില് ഈ ഒരു എഡ്ജ് ബോക്സിൽ കാണിച്ചിട്ടുള്ളത്. നൗ this initial endowment will provide utility for individual A is can be represented by the indifference curve UA2 and also like for person B, this initial endowment will provide utility of UB2, that is the indifference curve. And now these levels are clearly inefficient in the Pareto sense. ഈ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഇനീഷ്യൽ എൻഡോമെന്റ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ഒരു യൂട്ടിലിറ്റി അത് ഇനെഫിഷ്യന്റ് ആണെന്നുള്ളതാണ്. ഈ ഒരു പരവറ്റോ സെൻസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എന്ന് പറയുന്ന പോയിന്റ് ഇനെഫിഷ്യന്റ് ആണ്. കാരണം നമുക്ക് ഈ ഒരു ഇനീഷ്യൽ എൻഡോമെന്റിൽ നിന്നുള്ള ഒരു റിയലോക്കേഷൻ അത് ഇൻഡിവിജ്വൽ ബിയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇൻഡിവിജ്വൽ എയുടെ യൂട്ടിലിറ്റി നേരത്തെ എത്രയാണോ അതേ പോയിന്റ് തന്നെയാണ്. കാരണം നമ്മൾ ഈ ഇനീഷ്യൽ എൻഡോമെന്റ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഈ ഗുഡ്സ് റിയലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ബി എന്ന പോയിന്റിലോ അല്ലെങ്കിൽ എ എന്ന പോയിന്റിലോ എത്താം. ഇ എന്ന പോയിന്റിൽ എത്തുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ബി UB3 അവിടെ എത്തുന്നത്. അതേസമയം ഇൻഡിവിജ്വൽ എ UA2 തന്നെയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ എയുടെ യൂട്ടിലിറ്റിയിൽ മാറ്റമൊന്നുമില്ലാതെ തന്നെ ഈ റിയലോക്കേഷനിലൂടെ ഇൻഡിവിജ്വൽ ബി ഒരു ഹയർ യൂട്ടിലിറ്റിയിലെത്തുക, അതായത് ഹയർ ഇൻഡിഫറൻസ് കർവിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എഫിഷ്യന്റ് പോയിന്റ് ആണ്. ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എഫിഷ്യന്റ് പോയിന്റ് ആണ്. ഈ എഫിഷ്യന്റ് പോയിന്റ് ബി നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ഇനി വേറൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഇനീഷ്യൽ എൻഡോമെന്റിൽ നിന്ന് ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ സാധനങ്ങൾ റിയാലോക്കേറ്റ് ചെയ്യുമ്പോൾ ഗുഡ്സ് റിയാലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ എ എന്ന പോയിന്റിലെത്താം. ഈ എ എന്ന പോയിന്റിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇൻഡിവിജ്വൽ എ ആണ് ഇൻഡിവിജ്വൽ എയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇൻഡിവിജ്വൽ ബി നേരത്തെ എത്രയാണോ യൂട്ടിലിറ്റി അതേ ഒരു യൂട്ടിലിറ്റി കർവ്, അതായത് ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ്. അപ്പോൾ വിതൗട്ട് റെഡ്യൂസിങ് ദ യൂട്ടിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ one individual, other individual is able to reach on to the higher indifference curve. ആ ഒരു കാര്യം നോക്കുമ്പോൾ ഇനീഷ്യൽ എൻഡോമെന്റ് ഇ എന്ന് പറയുന്നത് ഇ എന്ന പോയിന്റിൽ ഇൻഎഫിഷ്യന്റ് അലോക്കേഷൻ ആണെന്നും ബി എ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഈ ടാൻജൻസി പോയിന്റുകളിൽ എത്തുമ്പോൾ അതൊരു എഫിഷ്യന്റ് അലോക്കേഷൻ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ എഫിഷ്യന്റ് അലോക്കേഷൻ കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ടാൻജൻസി പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരു രണ്ട് കോർണറുകൾ ജോയിൻ ചെയ്യിക്കുന്ന ഒരു പോയിന്റുകൾ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരു കോൺട്രാക്ട് കർവ് ലഭിക്കുന്നുണ്ട്. ഈ കോൺട്രാക്ട് കർവിൽ വരുന്ന പോയിന്റുകൾ മാത്രമായിരിക്കും എഫിഷ്യന്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. Okay, so now you can see that the two efficient show that only contract curve between point A and B are viable with the initial endowment given by point E. അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യൽ എൻഡോമെന്റ് വെച്ചിട്ട് നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു എഫിഷ്യന്റ് പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ഈ എ ബി എന്ന ഒരു സെഗ്മെന്റിന് ഇടയിൽ വരുന്ന കോൺട്രാക്ട് കർവിലെ പോയിന്റുകൾ മാത്രമാണ്. നൗ നമ്മൾ ഈ ഒരു ഡയഗ്രത്തിലൂടെ നമ്മൾ ഇനി PP എന്നൊരു പ്രൈസ് ലൈന് വരക്കുകയാണെങ്കിൽ, പ്രൈസ് റേഷ്യോ ലൈൻ നമ്മൾ വരക്കുകയാണെങ്കിൽ അത് കാണിക്കുന്നത് ഇറ്റ് ഈസ് എ കോമ്പറ്റേറ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് പ്രൈസ് റേഷ്യോ ദാറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ബൈ അവർ situation. So the line passes through the initial endowment E.
ഇനീഷ്യൽ എൻഡോമെന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രൈസ് റേഷ്യോ ലൈൻ എന്ന് പറയുന്ന ഈ PP എന്ന് പറയുന്ന ലൈന് കോമ്പറ്റീറ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് പ്രൈസ് റേഷ്യോ ആണ്. ഈ ഒരു പ്രൈസ് റേഷ്യോ ലൈനിലൂടെയാണ് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ട്രേഡ് എക്സ്ചേഞ്ച് നടക്കപ്പെടുന്നത്. അവരുടെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അവിടെ ട്രേഡ് നടക്കപ്പെടുന്നത് ഈ ഒരു പ്രൈസ് റേഷ്യോ ലൈനിലൂടെയാണ്. ഇവിടെ നോക്കാം, ഈ ഒരു ട്രേഡിങ് രണ്ട് ഇൻഡിവിജ്വൽസിനും ബെനിഫിഷ്യൽ ആണ്. കാരണം ഈ ഒരു ട്രേഡിങ്ങിലൂടെ രണ്ട് ഇൻഡിവിജ്വൽസിനും ഒരു ഹയർ, അതായത് ഇനീഷ്യൽ എൻഡോമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു യൂട്ടിലിറ്റി ഈ ഒരു പോയിന്റിലൂടെയുള്ള ട്രേഡിങ്ങിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സോ സച്ച് ട്രേഡിംഗ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ഓൾ സച്ച് മ്യൂച്വൽ ബെനിഫിഷ്യൽ ട്രേഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്. അങ്ങനെ രണ്ടാൾക്കും, രണ്ട് ഇൻഡിവിജ്വൽസിനും എല്ലാ മുഴുവൻ ബെനിഫിറ്റും കിട്ടുന്നത് വരെ ഈ ഒരു ട്രേഡ് എക്സ്ചേഞ്ച് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ ദിസ് വിൽ ഒക്കർ അറ്റ് അലോക്കേഷൻ E* ഓൺ ദി കോൺട്രാക്ട്. അങ്ങനെയുള്ള ഒരു മീൻസ് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ മുഴുവൻ ബെനിഫിറ്റ് കിട്ടുന്നത് വരെ ഈ ഒരു എക്സ്ചേഞ്ച് കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു പോയിന്റ് ആണ്, ആ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് E* എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ E* എന്ന് പറയുന്ന ഈ പോയിന്റിൽ രണ്ട് ഇൻഡിവിജ്വൽസും ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ്, മീൻസ് ഇനീഷ്യൽ പൊസിഷൻ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഹയർ ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണ്. നൗ ലൈക്ക് ബിക്കോസ് ദ ഇൻഡിവിജ്വൽസ് ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് അറ്റ് ദിസ് പോയിന്റ്, നോ ഫർദർ ട്രേഡിംഗ് വുഡ് ഗെയിൻ ടു ബോത്ത് പാർട്ടീസ്. ഈ ഒരു E* എന്നൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് ഇൻഡിവിജ്വൽസിന് വീണ്ടും ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഇവിടെ സാധ്യമല്ല എന്നുള്ളത്. Therefore, the competitive allocation E* meets the Pareto criteria for efficiency. Okay. അതാണ് ഫസ്റ്റ് തിയറംസ് ഇൻ വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നത്. കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് വാൽറാസിയൻ ഇക്വിലിബ്രിയം ഈസ് പാരേറ്റോ എഫിഷ്യന്റ് എന്നുള്ളത് നമ്മൾ ഗ്രാഫിക്കലി പ്രൂവ് ചെയ്തു. നൗ ഈ ഒരു ഫസ്റ്റ് തിയറംസ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം, അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് 3 ലിമിറ്റേഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇനീക്വാലിറ്റി ആണ്. അതായത് ഇനീക്വാലിറ്റി എന്ന് പറയുമ്പോൾ ഈ വാൽറാസിയൻ ഇക്വിലിബ്രിയം ഒരിക്കലും ഈ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള ഒരു ഈക്വൽ അല്ലെങ്കിൽ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇനീഷ്യൽ എൻഡോമെന്റിൽ ഒരു ഇൻഡിവിജ്വലിന് കൂടുതൽ വെൽത്തും അല്ലെങ്കിൽ കൂടുതൽ ഗുഡ്സ്, ഇവിടുത്തെ കേസിൽ വെൽത്ത് എന്ന് പറയുമ്പോൾ രണ്ട് ഇൻഡിവിജ്വൽസിന്റെ കൈവശമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇനീഷ്യൽ എൻഡോമെന്റിൽ ഒരു ഇൻഡിവിജ്വലിന് കൂടുതൽ വെൽത്ത് ഉണ്ടെങ്കിൽ അത് ഒരു ഇനീക്വൽ ഇനീഷ്യൽ സിറ്റുവേഷൻ ആണ്. സോ പീപ്പിൾ വിത്ത് ഗ്രേറ്റർ ഇനീഷ്യൽ വെൽത്ത് ക്യാൻ എൻഡ് അപ്പ് വിത്ത് മച്ച് മോർ ആഫ്റ്റർ ട്രേഡ്, ലീഡിങ് ടു സിഗ്നിഫിക്കന്റ് ഇനീക്വാലിറ്റി. അത് വീണ്ടും ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ഇനീഷ്യൽ സ്റ്റാർട്ടിങ്ങിൽ എൻഡോമെന്റിൽ ഇനീക്വാലിറ്റി ഉണ്ടെങ്കിൽ ട്രേഡിങ്ങിന് ശേഷം, മീൻസ് രണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഈ സാധനങ്ങൾ റീഅലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, മീൻസ് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സിന് ശേഷവും അത് വളരെ കൂടുതൽ ഇനീക്വാലിറ്റിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഇനീക്വാലിറ്റി എന്നുള്ള കാര്യം അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറത്തില്. പിന്നെ അതുപോലെ തന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് അസംഷൻസ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പെർഫെക്റ്റ് ഇൻഫോർമേഷൻ, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ എന്നൊക്കെ പറയുന്ന ചില അൺറിയലിസ്റ്റിക് അസംഷൻസ് ഉണ്ട്. അത് അതായത് ഇപ്പൊ പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണോ അത് അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അസംഷൻ, അതുപോലെ തന്നെ പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയുന്ന ഒരു അസംഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും റിയൽ വേൾഡ് മാർക്കറ്റിൽ അത്തരത്തിലുള്ള അസംഷൻസ് ഒരിക്കലും ട്രൂ അല്ല എന്നുള്ള ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഇനി വേറൊരു ലിമിറ്റേഷൻ ആണ് ഈ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറത്തിന്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണ് എക്സ്റ്റേണൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു മോഡലില് നമുക്ക് എക്സ്റ്റേണാലിറ്റി എങ്ങനെ മീൻസ് അക്കൗണ്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം വരുന്നില്ല. മീൻസ് ഒരാളുടെ കൺസംഷൻ വേറൊരാളുടെ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് രണ്ട്
വ്യക്തികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അവരുടെ കൺസംഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, റീഅലോക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു എക്കണോമിക് ട്രാൻസാക്ഷൻ മാർക്കറ്റിന് പുറത്തുള്ള ഒരു ഇൻഡിവിജ്വൽസിന്റെ വെൽബീയിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. മീൻസ് അതിനാണ് നമ്മൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എക്സ്റ്റേണാലിറ്റി മോഡല് കൺസിഡർ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള എക്സ്റ്റേണാലിറ്റി പെർഫെക്റ്റ്ലി കോമ്പറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മീൻസ് ഒരു പരോട്ടോ ഒപ്റ്റിമാലിറ്റി റിസൾട്ട് കൊണ്ടുവരുന്ന ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് പ്രൈസ് സിസ്റ്റം ഉണ്ടാക്കാൻ അത്തരത്തിലുള്ള എക്സ്റ്റേണാലിറ്റി നിലനിൽക്കുമ്പോൾ സാധിക്കില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇത്തരത്തിലുള്ള ഈ ഇനീക്വാലിറ്റി, അൺറിയലിസ്റ്റിക് അസംഷൻ, എക്സ്റ്റേണൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറത്തിൽ അഡ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനെ ഒരു പരിധിവരെ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിമിറ്റേഷനെ അഡ്രസ് ചെയ്യുന്ന ഇതാണ് സെക്കൻഡ് തിയറംസ് ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ let us see what is the second theorem of welfare economics. Now, we have seen that in the first theorem of welfare economics that the Walrasian equilibrium is Pareto efficient. But what about the social welfare consequences of this result? That is limited because of the role played by the initial endowment in the demonstration. നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അത് വാൽറാസിയൻ ഇക്വിലിബ്രിയം പാരേറ്റോ എഫിഷ്യന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന് ചില വെൽഫെയർ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് ഇനീഷ്യൽ എൻഡോവ്മെന്റ്, നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ നമ്മൾ കാണിച്ചു ഇനീഷ്യൽ എൻഡോവ്മെന്റിന്റെ ഒരു റോള്. ആ ഒരു ഇനീഷ്യൽ എൻഡോവ്മെന്റിന്റെ ഒരു റോള് അത് ഒരുപാട് വെൽഫെയർ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്. മീൻസ് വെൽഫെയർ ഇനീഷ്യൽ എൻഡോവ്മെന്റിന്റെ ഒരു വെൽഫെയർ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഇനീഷ്യൽ എൻഡോവ്മെന്റ് ഇനീക്വൽ ആണെങ്കിൽ അത് റീഅലോക്കേഷനിലൂടെ വീണ്ടും ഇനീക്വാലിറ്റിയിലൂടെ എത്തുന്ന ഒരു സാഹചര്യം. മീൻസ് ആ ഒരു അർത്ഥത്തില് ഇനീഷ്യൽ എൻഡോവ്മെന്റ് ഒരു റോള് വെൽഫെയർ ഇംപ്രൂവ്മെന്റിൽ ഉണ്ടാക്കുന്ന ഒരു റോള് ലിമിറ്റഡ് ആണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറത്തെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടു. അപ്പോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് യു വിൽ സീ ദാറ്റ് ദി ലൊക്കേഷൻ ഓഫ് ദി വാൽറാസിയൻ ഇക്വിലിബ്രിയം അറ്റ് ഇ സ്റ്റാർ, അതായത് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടു ഇ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എത്താൻ കാരണം നമ്മൾ ഇ എന്ന ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയത് കൊണ്ടാണ്. ഇ എന്നൊരു ഇനീഷ്യൽ എൻഡോവ്മെന്റ് പൊസിഷനിൽ നമ്മൾ തുടങ്ങിയാല് നമ്മൾ തീർച്ചയായിട്ടും ഇ സ്റ്റാർ എന്നൊരു പോയിന്റിലെ ഒരു വയബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇ സ്റ്റാർ മാത്രമാണ്. അല്ലെങ്കിൽ ബി എക്ക് ഇടയിൽ വരുന്ന ആ ഒരു കോൺട്രാക്ട് കർവിലെ സെഗ്മെന്റിന് ഇടയിൽ വരുന്ന ഒരു പോയിന്റ് മാത്രമാണ് ഇവിടെ വയബിൾ ആയിട്ടുള്ള പോയിന്റ് ഇനീഷ്യൽ എൻഡോവ്മെന്റ് വെച്ചിട്ട്. അപ്പോ ഇവിടെ ഇനീഷ്യൽ എൻഡോവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ സ്റ്റാറിൽ എത്തുന്നത്. അപ്പോ അത് ഈ ഒരു വളണ്ടറി ട്രാൻസാക്ഷനിലൂടെ വയബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അത് മാത്രമാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ദ പോയിന്റ് ഓൺ ദി കോൺട്രാക്ട് കർവ് outside the range of AB are not attainable through voluntary transaction, even though this may in fact be more socially desirable than E. അപ്പോൾ ഈ കോൺട്രാക്ട് കർവിലെ ഈ രണ്ട് സെഗ്മെന്റിന്റെ ഇടയിൽ വരുന്ന ഇ സ്റ്റാർ എന്ന് പറയുന്ന പോയിന്റ് ഇനീഷ്യൽ എൻഡോവ്മെന്റ് വെച്ചിട്ട് വയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഇ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പരോട്ടോ എഫിഷ്യന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് വെൽഫെയർ തിയറത്തിൽ പറയുന്ന ഈ പോയിന്റ് മാത്രമാണ്. പക്ഷെ ഈ എ ബി എന്ന ഈ ഒരു റേഞ്ചിന് പുറത്തുള്ള ഒരു പോയിന്റ് ഇത് സോഷ്യലി ഡിസൈറബിൾ ആണെങ്കിൽ കൂടി നമുക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യുന്നതാണ് സെക്കൻഡ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ്. സെക്കൻഡ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എനി പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് there exists a set of initial endowments and a related price vector such that this allocation is also a Walrasian equilibrium. ഈ സെക്കൻഡ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് പറയുന്നത് ഏതൊരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ റിസോഴ്സസിന്റെ ഏതൊരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ
അവിടെ നമുക്കൊരു ഇനീഷ്യൽ എൻഡോവ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു റിലേറ്റഡ് പ്രൈസ് വെക്ടർ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ അതും ഒരു പരോട്ടോ വാൽറാസിയൻ ഇക്വിലിബ്രിയം ആണ്, അല്ലെങ്കിൽ പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് സെക്കൻഡ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് പറയുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാല്, ഈ എനി പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ക്യാൻ ആൾസോ ബി എ വാൽറാസിയൻ ഇക്വിലിബ്രിയം. അതായത് ഏതൊരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ, റിസോഴ്സസിന്റെ ഏതൊരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷന് വാൽറാസിയൻ ഇക്വിലിബ്രിയം ആണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഇനീഷ്യൽ എൻഡോവ്മെന്റ് അതിനു വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ ഏതൊരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷനും വാൽറാസിയൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പരോട്ടോ എഫിഷ്യന്റ് തന്നെയാണെന്നുള്ളതാണ്. അതായത് ഇനീഷ്യൽ എൻഡോവ്മെന്റില് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാല്, മീൻസ് ഇപ്പോൾ ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ ഇൻഡിവിജ്വൽ എക്ക് കൂടുതൽ യൂട്ടിലിറ്റി, കൂടുതൽ വെൽത്ത് ഉണ്ട്, ഇൻഡിവിജ്വൽ ബിക്ക് കുറഞ്ഞ വെൽത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ ഗവൺമെന്റ് പോളിസി വഴി, ടാക്സ് സബ്സിഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോളിസി വഴി, ഫോർ എക്സാമ്പിൾ ആ ഒരു സെൻസിൽ നമ്മൾ ഈ ഇനീഷ്യൽ എൻഡോവ്മെന്റ് ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ അന്തിമമായിട്ട് എത്തുന്ന ഒരു ട്രാൻസാക്ഷനിലൂടെ, ഒരു എക്സ്ചേഞ്ചിലൂടെ എത്തുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ്, അത് വാൽറാസിയൻ ഇക്വിലിബ്രിയം ആണ്. ആ വാൽറാസിയൻ ഇക്വിലിബ്രിയം പോയിന്റ് പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് ഈ സെക്കൻഡ് വെൽഫെയർ തിയറത്തിൽ പറയുന്നത്. സോ നൗ ലെറ്റ് us see the graphical illustration of the second theorem of welfare economics. നമ്മൾ ഈ ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷനിൽ കാണുന്നത് നേരത്തെ കണ്ട അതേ ഒരു കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഈ ഇനീഷ്യൽ എൻഡോവ്മെന്റ് എന്ന് പറയുന്ന ഈ എന്ന പോയിന്റില്, അത് ഈ എന്ന പോയിന്റ് വെച്ചിട്ട് നമ്മൾ വാൽറാസിയൻ ഇക്വിലിബ്രിയം എത്തുന്നത് AB എന്ന ഒരു കോൺട്രാക്ട് കർവിൽ വരുന്ന ആ പോയിന്റുകൾക്കിടയിലാണ്. Suppose, however, like that these allocation are thought to be undesirable. ഈ ഒരു അലോക്കേഷൻ അൺഡിസൈറബിൾ ആണ് എന്ന് വിചാരിക്കാം. ഒരു പക്ഷേ ഒരുപാട് ഇനീക്വാലിറ്റി, യൂട്ടിലിറ്റിയുടെ കേസിൽ ഒരുപാട് ഇനീക്വാലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ let us assume that the Pareto optimal allocation Q star, അങ്ങനെ ആകുമ്പോൾ ഒരു പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ എന്ന് പറയുന്നത് Q star ആണെന്ന് വിചാരിക്കാം. അതാണ് സോഷ്യലി പ്രിഫറബിൾ ആയിട്ടുള്ള പരോട്ടോ ഒപ്റ്റിമൽ അലോക്കേഷൻ. ഈ Q സ്റ്റാറിൽ എത്തുന്നത് എപ്പോഴാണ്? നമ്മള് ഈ എന്ന് പറയുന്ന ഇനീഷ്യൽ എൻഡോവ്മെന്റിന് പകരം ഇനീഷ്യൽ എൻഡോവ്മെന്റ് Q ബാർ ആയിട്ട് കണക്കാക്കുക. ഈ Q ബാർ ആയിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുന്നുണ്ട്. ഇപ്പൊ ഗവൺമെന്റ് പോളിസി വഴി ഇപ്പോ റിസോഴ്സ് റിയലോക്കേഷൻ ഡെലിബറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ എയിൽ നിന്ന് ഇൻഡിവിജ്വൽ ബിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ എൻഡോവ്മെന്റ് Q ബാർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ Q ബാർ കണക്കാക്കിയിട്ട് നമ്മളൊരു പ്രൈസ് റേഷ്യോ ലൈൻ വരച്ചാൽ ഈ പ്രൈസ് റേഷ്യോ ലൈനിലൂടെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും Q സ്റ്റാറിലേക്ക് എത്തും. ഈ Q സ്റ്റാറും പരോട്ടോ എഫിഷ്യന്റ് ആണ്. ഈ Q സ്റ്റാറും വാൽറാസിയൻ ഇക്വിലിബ്രിയം ആണ്. വാൽറാസിയൻ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഡിഫറൻസ് കർവ് ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് Q സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നാണ് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഇൻ വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നത്. യു സി ദാറ്റ് if allocation Q star is to be regarded as socially optimal, this allocation can be supported by any initial endowment on the price line P star, P star. So how to reach this Q star? അപ്പോൾ അതിന് ഒരു Q ബാറിൽ എത്തണം. Q ബാർ എന്ന് പറയുന്നത് വേറൊരു ഇനീഷ്യൽ എൻഡോവ്മെന്റിനാണ്. ഈ ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ എത്തണമെങ്കിൽ to move from E to say Q bar, ഇയിൽ നിന്നും Q ബാറിൽ എത്തണമെങ്കിൽ അത് ഇനീഷ്യൽ എൻഡോവ്മെന്റിൽ ഒരു ട്രാൻസ്ഫർ നടക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇനീഷ്യൽ എൻഡോവ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ നമുക്ക് എത്തുന്ന ഒരു വാൽറാസിയൻ ഇക്വിലിബ്രിയം, അതും പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നാണ് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഇൻ വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറംസ് ഇൻ വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞത് വാൽറാസിയൻ ഇക്വിലിബ്രിയം ഈസ് പരോട്ടോ എഫിഷ്യന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം എങ്കിൽ, സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നത് നമ്മൾ ഇനീഷ്യൽ എൻഡോവ്മെന്റ്
പരോട്ടോ വാൽറാസിൻ ഇക്വിലിബ്രിയം പരോട്ടോ എഫിഷ്യന്റ് ആണെന്ന് പറയുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനീക്വാലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ എൻഡോമെന്റിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ വരുത്തിയാൽ, എന്നിട്ട് നമ്മൾ വളണ്ടറി ട്രാൻസാക്ഷനിലൂടെ നമ്മളൊരു വാൽറാസിൻ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ആ ഒരു ഇക്വിലിബ്രിയവും പരോട്ടോ എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ് സെക്കൻഡ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സിൽ പറയുന്നതൊക്കെ.